കേരളത്തിലെ കോൺഗ്രസിൽ പ്രത്യേകിച്ച് KPCCയിൽ അത്ര പെട്ടെന്നൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കാൻ സാധ്യതയില്ല. KPCC നേതൃത്വം എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് തന്നെ മാറണം എന്ന ചർച്ചകൾ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതിന് പിറകിൽ പ്രതിപക്ഷ നേതാവ് PD സതീശനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുമാണ് എന്നാണ് കോൺഗ്രസിലെ മറ്റ് ഗ്രൂപ്പുകൾ എന്ന് വെച്ചാൽ A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് എല്ലാവരും ഒന്നിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ PD സതീശനെതിരെയുള്ള നീക്കം ശക്തമാക്കി മുന്നോട്ട് പോകണം എന്നാണ് എതിർ ഗ്രൂപ്പുകാരുടെ പൊതുവായ തീരുമാനം. അതിൻ്റെ തുടക്കം ഇന്ന് കണ്ടു. PD സതീശനെ എതിർത്തുകൊണ്ട്, PD സതീശന്റെ നിലപാടിനെ എതിർത്തുകൊണ്ട് K സുധാകരൻ ആ സ്ഥാനത്ത് തുടരണം, ഒരു നേതൃമാറ്റത്തിൻ്റെയും ആവശ്യമില്ല എന്ന് ആദ്യം പരസ്യമായി പറഞ്ഞ ആളാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മൻ പരസ്യമായി ഇക്കാര്യം പറഞ്ഞതോടുകൂടി ഈ വിഷയം സജീവ ചർച്ചയായി മാറി. ചാണ്ടി ഉമ്മനെ പിന്തുണച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു. എന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മന്റെ അഭിപ്രായത്തെ പിന്തുണക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും K സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലേക്ക് PD സതീശൻ വിരുദ്ധ വിഭാഗം എല്ലാവരും ഒരുമിച്ച് തീരുമാനത്തിലെത്തി എന്നർത്ഥം. അതിൻ്റെ വിളിച്ചു പറയലാണ് ചാണ്ടി ഉമ്മൻ നടത്തിയത്. ചാണ്ടി ഉമ്മൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് സോഷ്യൽ മീഡിയയിൽ, അതോടൊപ്പം തന്നെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയായി മാറി. ചില ടെലിവിഷൻ ചാനലുകൾ ഇത് അന്തിച്ചർച്ചയ്ക്ക് വിഷയമാക്കുകയും ചെയ്തു. ആ അന്തിച്ചർച്ചയിൽ പങ്കെടുത്ത ചാണ്ടി ഉമ്മന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന് പറയാൻ കഴിയുന്ന ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായി, ഇപ്പോൾ ചാണ്ടി ഉമ്മന്റെ അടുത്ത അനുയായി JS അഖിലിനെ KPCCയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, നടപടിയെടുത്തിരിക്കുന്നു. അദ്ദേഹം മാധ്യമ വിഭാഗത്തിൽ പെട്ട ആളാണ് എന്ന് വെച്ചാൽ ചാനൽ ചർച്ചകളിൽ പോകേണ്ട, KPCCയുടെ മുഖമാവേണ്ട ആളാണ്. അതിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. സംഘടന നടപടിയെടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? ചാണ്ടി ഉമ്മനെ അനുകൂലിച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ. ചാണ്ടി ഉമ്മനെ അനുകൂലിച്ച് ചർച്ചയിൽ പങ്കെടുത്തു, ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു, അതിന് KPCC അംഗീകാരം നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മാധ്യമ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. KPCC അംഗമാണ്. അദ്ദേഹത്തിന് എതിരെ എടുത്ത നടപടി സ്വാഭാവികമായും ആർക്കെതിരെയുള്ള നടപടിയാണ്? ചാണ്ടി ഉമ്മന് എതിരെയുള്ള നടപടിയാണ്. തൊട്ടടുത്ത നിമിഷം ചാണ്ടി ഉമ്മൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് അടുത്ത് ഏകനായി നിൽക്കുന്ന ചാണ്ടി ഉമ്മൻ. എന്തിനാണ് അത്തരമൊരു പോസ്റ്റ് ഇന്ന് ഇട്ടത്? ഒരു ഫോട്ടോ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ പോസ്റ്റ് തന്നെ, അല്ലെങ്കിൽ ആ ഫോട്ടോ തന്നെ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ ഏകനാണ്, അച്ഛൻ്റെ ഓർമ്മകളോടൊപ്പം നിന്ന് ഞാൻ നയിക്കും, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഒറ്റയ്ക്കാണെങ്കിലും എന്ന് സൂചിപ്പിക്കുന്ന വിളിച്ചു പറയുന്ന പോസ്റ്റ്, വിളിച്ചു പറയുന്ന ഫോട്ടോ, അതാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം ഏറ്റെടുക്കാൻ A ഗ്രൂപ്പുകാർ തയ്യാറാകുമോ? ആ സന്ദേശം ഏറ്റെടുക്കാൻ PD സതീശൻ വിരുദ്ധ വിഭാഗം തയ്യാറാകുമോ? ഇത് ഇനി അറിയാനുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഈ ദിവസം അത്തരമൊരു ഫോട്ടോയ്ക്ക് എന്താണ് പ്രസക്തി? അത്തരമൊരു പോസ്റ്റിന് എന്താണ് പ്രസക്തി? ഒന്നുമില്ല. ഒരു സന്ദേശം, ഒരു വിളിച്ചു പറയൽ ചാണ്ടി ഉമ്മൻ നടത്തുന്നു. അത് ഞാൻ ഒറ്റയ്ക്കാണ് എങ്കിലും പോരാട്ടം തുടരുക തന്നെ ചെയ്യും, അത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ മുൻനിർത്തിയായിരിക്കും എന്ന് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ഈ പോസ്റ്റിന് താഴെ കോൺഗ്രസിന്റെ സൈബർ വിങ് വലിയ തോതിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മോശമായ ഭാഷയിലാണ് ആക്രമണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വളരെ മോശമായ ഭാഷയിൽ എന്ന് വെച്ചാൽ തുടക്കം തന്നെ അഭിപ്രായം തുറന്നു പറയാൻ പരിപൂർണ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു പോസ്റ്റ് അതിൽ പറയുന്നു, പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും തൻ്റെ പ്രസ്ഥാനത്തിനെ വളർത്തുവാനായിരിക്കണം, അല്ലാതെ തളർത്താനാവരുത്. ചാണ്ടിയുടെ ശരീരഭാഷയും സംസാരവും രാഷ്ട്രീയ പക്വതയുള്ള ഒരു വ്യക്തിയുടേതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ കോൺഗ്രസ് നേതാക്കൾ വാക്കുകളിൽ മിതത്വം പാലിച്ച് തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. അതിനുശേഷം വരുന്ന പോസ്റ്റ് അപ്പൻ്റെ പേര് കളയാതെ ഒരൽപ്പം രാഷ്ട്രീയ പക്വത കാണിക്കുക എന്നാണ്. അപ്പൻ്റെ പേര് കളയാതെ ഒരൽപ്പം രാഷ്ട്രീയ പക്വത കാണിക്കുക എന്നാണ്. എൻ്റെ പിതാവിൻ്റെ എന്ന് പറഞ്ഞുള്ള നടപ്പ് നിർത്തി ആ ലേബൽ മാറ്റിവെച്ച് സ്വന്തം കഴിവ് തെളിയിച്ച് ജനസേവനം നടത്താൻ ശ്രമിക്കൂ, എങ്കിലേ രക്ഷപ്പെടൂ. കഴിഞ്ഞ ജയം നിങ്ങളുടെ പിതാവിനുള്ള ട്രിബ്യൂട്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജിനോയ് ABMന്റെ പോസ്റ്റ്. അതിനുശേഷം മറ്റൊരു പോസ്റ്റുണ്ട്. ചാണ്ടിയെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതിനല്ല, അദ്ദേഹവും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ജോഡോ യാത്രയിലും സജീവം ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മനെ പിന്തുണക്കുന്ന പോസ്റ്റാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം,
ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടിക്ക് അകത്തു പറയണം. ഒന്നോർക്കുക, മാധ്യമങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കാൻ നിൽക്കുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മനുള്ള ഉപദേശം. താങ്കൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ യന്ത്രം അടിയന്തരമായി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചാണ്ടി ഉമ്മനെ ട്രോളുകയാണ് ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല. അപ്പയെ പോലെയാകാൻ നോക്കൂ, ഉയർച്ച ഉണ്ടാകും. അല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ജയിക്കം MLA ആകുന്നത് കാണേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടാകും എന്ന് പറയുന്നു മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ. ഉമ്മൻചാണ്ടിയുടെ സാറിന്റെ പാത പിന്തുടരുക, മുടി ചീകാതെ ചെരുപ്പ് ചവിട്ടാതെ നടന്നാൽ ഉമ്മൻചാണ്ടി സാർ ആവില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ്. CPM-ന് ഇനിയും ഭരണം കിട്ടിയാൽ ഉടൻ ഒരു ഫ്ലെക്സ് വരും, ചാണ്ടി ഉമ്മൻ ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചാണ്ടി ഉമ്മനെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ്. താങ്കൾ സ്വയം വിലയിരുത്തുക, യുവനിരയിൽ വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റുണ്ട്, കമൻ്റുണ്ട്. എത്ര നാൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയും? നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് വർഗീസിൻ്റെ ഉപദേശം. അപ്പൻ്റെ പേര് ഉള്ളത് കൊണ്ട് ഇങ്ങനെ നടക്കുന്നു, ചാണ്ടി സാർ കുറച്ച് പക്വത കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കമൻ്റുണ്ട്. താങ്കൾ രാഷ്ട്രീയ പക്വത കാണിക്കുക. നിരവധി ആളുകൾ ഉണ്ടായിട്ടും പുതുപ്പള്ളിയിൽ താങ്കളെ നിർത്തി മത്സരിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. രാഹുൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞിട്ടും താങ്കളുടെ പ്രസ്താവന അനവസരത്തിലായിരുന്നു എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനം. അപ്പൻ്റെ പേരുകൊണ്ട് മകൾ ആളാവേണ്ട വ്യക്തിയല്ല പാർട്ടി, ഓർത്താൻ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി സ്വരത്തിലുള്ള മറ്റൊരു കമന്റ്. അർഹിക്കാത്തത് വീണ് കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം എന്ന് പറഞ്ഞുകൊണ്ട് നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. അപേക്ഷയാണ്, ദയവ് ചെയ്ത് സാറിനെ കൂടി പറയിപ്പിക്കരുത്, അത് ഞങ്ങൾക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ പോസ്റ്റ്. ഇങ്ങനെ നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം നല്ലതൊക്കെ തന്നെ, കുറച്ച് പക്വതയോടെ പെരുമാറുക, ഒപ്പം എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള പിന്തുണച്ചുകൊണ്ടുള്ള കമന്റ്. അപ്പന്റെ പേര് വെച്ച് ആളാകാൻ നോക്കിയാൽ പാർട്ടിയിൽ കാണുമെന്ന് തോന്നുന്നില്ല, കോൺഗ്രസ്സുകാരനാവാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു കമന്റ്. അങ്ങനെ നിരന്തരം ഇത്തരം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അനുകൂലിച്ചും എതിർത്തും.